ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. അപ്പം HSA മാത്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ആണ്. അപ്പം ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്കിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇൻ്റർവ്യൂ. ഇപ്പം നമ്മൾ റിട്ടൺ എക്സാം പാസ്സായി, അതിനകത്ത് നമുക്ക് മാർക്കൊക്കെ നമ്മൾ സ്കോർ ചെയ്തു. അപ്പോൾ ഇനി ആ മാർക്കിന്റെ കൂടെ നമ്മുടെ ഇന്റർവ്യൂ മാർക്കും കൂടെ ആഡ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മുടെ ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ടോപ്പ് റാങ്കിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോസ്റ്റിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ റാങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്റർവ്യൂ. അപ്പോൾ പലരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ, ഓൾറെഡി നമ്മൾ കണ്ടന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, എക്സാം എഴുതി, ക്വാളിഫൈ ചെയ്തു, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇനിയിപ്പോൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ ചോദിക്കുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യരുത്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ഇന്റർവ്യൂവിന് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് HSAന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളൊരു ബയോഡാറ്റ ഫില്ല് ചെയ്ത് കൊണ്ടുപോകും. അപ്പം അതിനെ ബേസ് ചെയ്തും ഉള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓൾറെഡി ഞാൻ പഠിച്ചതാണല്ലോ, സബ്ജക്ട് കണ്ടന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പം ഒരു പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എക്സാം കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് വന്നു, കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇനി ഇന്റർവ്യൂ വരുമ്പോൾ നമ്മൾ കുറച്ച് പേർക്കായിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് വരും. അപ്പൊ പല കൺസെപ്റ്റുകളും നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടന്റ് തറോ ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് പ്രത്യേകമായിട്ടൊരു പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ട്. അപ്പം ഒരു മാർക്കിന്റെ ഒക്കെ വ്യത്യാസം വരികയാണ് നമ്മളുടെ ഇന്റർവ്യൂവിൽ നമുക്ക് കിട്ടുന്ന മാർക്ക്, ഒരു മാർക്കിന്റെ വ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മുടെ റാങ്കിൽ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. കാരണം കുറെ റാങ്ക് നമ്മൾ താഴോട്ട് പോകും. ഒരു മാർക്ക് കുറയുക എന്ന് പറയുമ്പോൾ ഒരുപാട് റാങ്ക് നമ്മൾ താഴേക്കാണ് വരിക. അത് നമുക്ക് ജോലി സാധ്യതയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പഠിക്കണം. ഇപ്പോൾ കഴിഞ്ഞ HSA ലിസ്റ്റില് ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിനുശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇന്റർവ്യൂ വരുന്നത്. അപ്പം നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. അതായത് നമ്മൾ കണ്ടന്റ് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു, ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു, അതെല്ലാം പഠിക്കുന്നു. അതുപോലെ തന്നെ മുൻപ് ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്ത ആൾക്കാരോട് ചോദിക്കുന്നു എങ്ങനെയൊക്കെയാണെന്ന്. അതിനനുസരിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ കണ്ടന്റിന്റെ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതെല്ലാം ക്വാളിഫൈ ചെയ്തിട്ട് പോകുന്നത് 8, 9, 10 ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് അത്ര മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്, ആ ഭാഗത്തുനിന്ന് മാത്രമേ ഇന്റർവ്യൂവർ ചോദിക്കൂ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മളുടെ സബ്ജക്റ്റിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്റർവ്യൂവർക്ക് ഏതാണോ ചോദിക്കാൻ താല്പര്യം തോന്നുന്നത് ആ ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ചിലപ്പോ നമ്മൾ ഓൾജിബ്ര പഠിച്ചു പോയി, ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക കോംപ്ലക്സിൽ നിന്നോ റിയൽ അനാലിസിസിൽ നിന്നോ എന്തെങ്കിലും ഒരു തിയറം ഇത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡെഫിനിഷനോ അങ്ങനെയൊക്കെ ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത് മാത്രമേ ചോദിക്കാൻ പാടൂ അല്ലെങ്കിൽ ഇന്നത് മാത്രമേ ചോദിക്കൂ എന്നുള്ള എക്സ്പെക്ടേഷനോട് കൂടി നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. റിട്ടൺ എക്സാമിനാണെങ്കിൽ അവിടെ ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. ആ സിലബസിൽ നിന്നുകൊണ്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. പക്ഷെ ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കണ്ടന്റിൽ നിന്ന്, ഇപ്പോൾ നിങ്ങളൊരു PG B.Ed അല്ലെങ്കിൽ സെറ്റോ ക്വാളിഫൈ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ KTET ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളതാണ്. അപ്പൊ ഇതിൽ എവിടെ വേണമെങ്കിലും ഇന്റർവ്യൂവറിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്നതേ ചോദിക്കാൻ പാടൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസിൽ എങ്ങനെയാണെന്ന് വെച്ച് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിച്ച ക്വസ്റ്റ്യൻസിലെ ഒരു 90% സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഡിഗ്രി ലെവലിൽ നിന്നാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് 8, 9, 10 ക്ലാസ്സുകളിലാണ്. പക്ഷെ ചോദിച്ചതെല്ലാം ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ അതുമായി കണക്ട് ചെയ്തിട്ട് പിന്നെ ചോദിക്കുക എന്താണ് അബീലിയൻ ഗ്രൂപ്പ്.
അത് കഴിഞ്ഞിട്ട് എന്താണ് സൈക്ലിക് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ പറയും, വീണ്ടും അതുമായി കണക്ട് ചെയ്ത് ചോദിക്കും. അങ്ങനെ അവർക്ക് എത്രത്തോളം ചോദിക്കണം എന്ന് തോന്നുന്നു അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളോട് 2-3 ക്വസ്റ്റ്യൻ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരിൽ നിന്നും അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊക്കെ നമുക്ക് ഡിപ്പെൻസ് ആണ്, ആ ഇന്റർവ്യൂവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും, എവിടെ നിന്ന് ചോദിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് +1 +2 ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കാം. അങ്ങനെ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സബ്ജക്ട് സൈഡിൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി വീണ്ടും ഒരു സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ പ്രിപ്പറേഷൻ നമ്മളുടെ എങ്ങനെയായിരുന്നു? ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾജിബ്രാസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അത് ആൻസർ കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചിരുന്നത്, അല്ലെ? അതാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും റിവിഷൻ എക്സാം എഴുതിയതും അല്ലെങ്കിൽ മോഡൽ എക്സാമുകളൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ ഇന്റർവ്യൂവിന്റെ സൈഡിൽ വരുന്ന സമയത്ത് ഒരിക്കലും അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മളോട് ചോദിക്കില്ല. പകരം ഒരു കൺസെപ്റ്റ് ആണ് ചോദിക്കുക. ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തിയറം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്റർവ്യൂവിന് ക്ലാസ് എടുത്ത് കാണിക്കുക കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക് അവർ തരുമായിരിക്കും, ഇന്ന ടോപ്പിക്കിൽ ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് നിങ്ങൾ എങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കും എന്നുള്ളതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് ക്ലാസ് എടുത്ത് കാണിക്കൂ എന്നുള്ളതാണ്. ആ ക്ലാസ് എടുക്കുമ്പോൾ പോലും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കൺസെപ്റ്റുകൾ ഏതൊക്കെയാണോ അവിടെ നിന്നൊക്കെയും അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സബ്ജക്ട് നോളേജ് നമുക്ക് നന്നായിട്ടുണ്ടായിരിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, അതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. കണ്ടന്റ് വൈസ് നമുക്ക് എന്ത് ചോദിച്ചാലും നമ്മളുടെ ആ ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. എക്സാമിന്റെ പ്രിപ്പറേഷൻ്റെത് പോലെയല്ല, ഇവിടെ കൺസെപ്റ്റ് ആണ് ചോദിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ കുറച്ച് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ആയിട്ടൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ 11ലെയും 12ലെയൊക്കെ എന്തെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ നമുക്ക് ആ രീതിയിലൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ട്രിഗ്നോമെട്രി വരുന്നുണ്ട് +2ല്. അപ്പോൾ ജസ്റ്റ് വെറുതെ നമ്മളോട് ചോദിക്കുകയാണ്, ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻ എന്താണ്? ഇപ്പോൾ ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങളെ ട്രിഗ്നോമെട്രി പഠിപ്പിക്കുന്നത്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ തന്നിട്ട് അതിലിങ്ങനെ ആ കുട്ടി ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചു, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കും? അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാം. അപ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മളുടെ സബ്ജക്ട് നോളേജിൽ, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ, പലരും ചിലപ്പോൾ ഇന്റർവ്യൂ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ സബ്ജക്ട് നോളേജും കൂടെ നമുക്ക് അവിടെയും കൂടെ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള ആൻസർ പോലും, അറിയുന്ന ആൻസർ പോലും ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് സബ്ജക്റ്റിന്റെ സൈഡ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നും. അപ്പൊ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല നമ്മളോട് ചോദിക്കുക, സബ്ജക്റ്റ് മാത്രമല്ല, പക്ഷെ സബ്ജക്റ്റിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇന്റർവ്യൂ പാനലിൽ ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടായിരിക്കും. ആ സബ്ജക്ട് എക്സ്പേർട്ട് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. പിന്നെ വേറെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂ ഫേസ് ചെയ്ത സമയത്ത് നമ്മളോട് ചോദിച്ചത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് സമഗ്ര, എന്താണ് സമ്പൂർണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുക, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം എന്നോട് ചോദിച്ചത് ആ ഒരു സമയത്ത് ഗസ്റ്റ് ടീച്ചേഴ്സിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്തായിരുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പിന്നെ നമ്മുടെ ബയോഡാറ്റ, നമുക്കൊരു ബയോഡാറ്റ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഫില്ല് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് എന്താണ് ഇന്റർവ്യൂ പ്രൊസീജിയർ, ഇതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ബയോഡാറ്റയിൽ നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻസ് വരുന്ന ചില സമയത്ത് ചിലപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, പിന്നെ സബ്ജക്ട് എക്സ്പേർട്ട് ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ കോൺഫിഡൻസ് അവിടെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയല്ല, എന്താണ് പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എങ്ങനെ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, നിങ്ങൾ
ഒരു ടോപ്പിക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നത്. പക്ഷേ ആ ടോപ്പിക് ക്ലാസ് എടുക്കുക എന്നുള്ളതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന്റെ ബിഹൈൻഡ് ഉള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോ നിങ്ങളൊരു ഏരിയ റിലേറ്റഡ് കാര്യമാണ്, ഒരു സർഫസ് ഏരിയ ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ സർഫസ് ഏരിയയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോകണം. അല്ലെങ്കിൽ അതിന്റെ വോളിയം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം. എങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, കുട്ടികൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്യല്ല വേണ്ടത്. നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പോവാനായിട്ട്, പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും നല്ല മാർക്ക് തന്നെ, ഏറ്റവും നല്ല രീതിയിൽ നല്ല മാർക്ക് തന്നെ ഇന്റർവ്യൂവിൽ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ റാങ്ക് മുകളിലോട്ട് പോകും. അതായത് ഒരുപാട് ചേഞ്ച് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരേ മാർക്കുള്ള ആൾക്കാരുണ്ടാവും, റിട്ടൺ എക്സാമിൽ ഒരേ മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഇന്റർവ്യൂവിന് കിട്ടിയ ആളാണ് ഏറ്റവും മുകളിലത്തെ റാങ്കിൽ വരിക. അപ്പോൾ ആ മുകളിലത്തെ റാങ്കിലോട്ട് എത്തിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ HSAന്റെ ഇന്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? എന്തായാലും എക്സാം ഒക്കെ ഞാൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എനിക്ക് തനിയെ ചെയ്തുകൂടെയെന്ന്. ഒരിക്കലും അല്ല. നമുക്കൊരു ഗൈഡൻസ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. ഞാൻ ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളോ ഒന്നും അതിനെക്കുറിച്ച് അത്രത്തോളം അവെയർ അല്ല എന്ന് വേണമെങ്കിൽ പറയാം, ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ പോയിട്ട് ഈ ഒരു ഇന്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസിനൊക്കെ അത് ബാധിക്കും. പക്ഷേ നമ്മൾക്കൊരു ഗൈഡൻസ് ഉണ്ട് എങ്കിൽ, നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പെർഫോമൻസിൽ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അങ്ങനെ ഒരു ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻസ് അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ നമ്മൾ അവിടെ പോയിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്ത ഒരാൾ പെർഫോം ചെയ്യുന്നതും നമ്മൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണകളൊന്നും ഇല്ലാതെ പോയി അറ്റൻഡ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ പുതിയ ഇന്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്റർവ്യൂ ബാച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടന്റ് എന്തൊക്കെയാണ്, നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്ക് GK ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇന്റർവ്യൂവിന് നമ്മൾ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അത് എന്തൊക്കെയാണ് വരുന്നത്, പുതിയ ഇംപ്ലിമെന്റേഷൻസ് എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ ബാച്ചിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ PSCയുടെ ഇന്റർവ്യൂവിന് നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യണം, എങ്ങനെ ബയോഡാറ്റ ഫില്ല് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബാച്ചിനകത്ത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ മാർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മളൊരു മിനിമം മാർക്ക്, ഇപ്പോൾ റിട്ടൺ എക്സാമിന് വളരെ നല്ല മാർക്ക് ഉണ്ടായിരിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം മാർക്കാണ് ഇന്റർവ്യൂവിന് കിട്ടുന്നത് എങ്കിൽ അത് നിങ്ങളുടെ റാങ്കിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ആ ജോലി കിട്ടേണ്ട അതിനൊരു ഡിലേയും കൂടെ വരും. കാരണം നമുക്കറിയാം ടോപ്പ് റാങ്കിൽ വരുമ്പോഴാണ് പെട്ടെന്ന് അപ്പോയിന്റ്മെന്റുകളൊക്കെ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ എത്ര റാങ്ക് പുറകിലോട്ട് പോകുന്നു അത്രയും ജോലി കിട്ടാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അത്രയും കാലം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണ് വേണ്ടത്. സബ്ജക്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വീണ്ടും ഞാൻ പറയണം, ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. ഒരിക്കലും ഒരു +2 ലെവൽ വരെ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. നമ്മളിപ്പോൾ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ ഡിഗ്രി വരെയുള്ള കാര്യങ്ങൾ നോക്കുക. PGയിൽ നിന്നൊക്കെ PG ക്വാളിഫിക്കേഷനിലാണെങ്കിൽ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഡിഗ്രി ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി BEd + KTET അല്ലെങ്കിൽ അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട്. നന്നായി പ്രിപ്പയർ ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതും ഇന്റർവ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ലാതെ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അതിൽ ഗൈഡൻസ് ഇല്ലാതെ നമ്മളൊരു ഇന്റർവ്യൂ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ
പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും. അങ്ങനെ ടെൻഷൻ കൂടുന്ന സമയത്ത് അത് നമ്മുടെ പെർഫോമൻസിനെ, ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവും, 1-to-1 മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് എങ്ങനെ ഒരു ഇന്റർവ്യൂവർ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ രീതിയിലുള്ള സെഷൻസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് റാങ്ക് മുകളിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നിങ്ങളൊരു ഗൈഡൻസിൻ്റെ ഒരാളുടെ ഗൈഡൻസിൻ്റെ കീഴിലാണ് നിങ്ങൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസും കൂടെ കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.